So we'll pass over to the next unit. It is unit 2. Unit 2, unit 3 രണ്ടും ഒരേ പേരിലാണ്. It is the representative elements. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് റെപ്രസെന്റേറ്റീവ് എലമെന്റ് 1 എന്നാണ്. മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് 2 എന്നാണ്. രണ്ടും നമ്മുടെ പീരിയോഡ് ടേബിളിലുള്ള എലമെന്റ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലത്തെ ഒരു സാധനം. അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ വളരെ സിമ്പിളാണ്. കേട്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നമ്മൾ വളരെ ചുരുക്കി ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. കാരണം വളരെ വിശാലമായി കിടക്കുന്നതാണ് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. വളരെ ചുരുക്കി നമ്മുടെ സിലബസ് പറഞ്ഞ പോയിന്റ്സ് പെറുക്കി എടുത്ത് മാത്രമേ പറയുന്നുള്ളൂ. ചുരുക്കുക. കാരണം ഇത്ര നമുക്ക് സമയമുള്ളൂ, അത്ര പഠിക്കാൻ നമുക്ക് സാവകാശമുള്ളൂ. അപ്പൊ അതിനാദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഹൈഡ്രജനെ പറ്റിയാണ്. അതിന് മുമ്പേ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പീരിയോഡ് ടേബിളിനെ പറ്റി നമുക്ക് ഒരു ചിത്രം മനസ്സിലുണ്ടായിരിക്കണം. മെന്റലീസ് പീരിയോഡിക് ടേബിൾ, ദ ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ട്. +2 ക്ലാസ്സിന് മുമ്പേ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഒരു പീരിയോഡ് ടേബിളിന്റെ ചിത്രങ്ങൾ മനസ്സിലുണ്ടാവും. ഞാനിപ്പോൾ വരച്ച് കാണിക്കാനൊന്നും പോകുന്നില്ല. You can see that there's a certain vertical columns and also the horizontal rows. These are rows, these are columns, these are called groups and these are called periods. Groups and periods. How many groups are there? How many groups are there? There are 18 groups. 1 to 18. പുതിയ ഫോം ഓഫ് പീരിയോഡ് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. ലോങ് ഫോം ഓഫ് പീരിയോഡ് ടേബിൾ. ആൻഡ് ദിസ് 18 ഗ്രൂപ്പ്സ് കം ഫ്രം S2, P6, D10. 10, 16, 18. നമുക്കറിയാം 2 S ബ്ലോക്ക് എലമെന്റ്സ്. ഇപ്പോഴത്തെ 6 P ബ്ലോക്കിൽപ്പെട്ട 6 ഗ്രൂപ്പുകൾ. നടുക്ക് D ബ്ലോക്കിൽപ്പെട്ട 10 ഗ്രൂപ്പുകൾ. ശരിയാണ്. എസ് ബ്ലോക്കിൽപ്പെട്ട ആൽക്കലി മെറ്റൽസ്. ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പഠിക്കാം. ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 2 ഗ്രൂപ്പ്. അത് ഗ്രൂപ്പ് 1ഉം പിന്നെന്താണ് ഗ്രൂപ്പ് 2 ആണ്. പിന്നെ 3 മുതൽ 12 വരെ, 3 മുതൽ 12 വരെ 10 ഗ്രൂപ്പുകൾ. 1, 2, 3 ഇങ്ങനെ പോയിട്ട് അവസാനം 10 വരെ. ഇതെന്താണ്? ഇതാണ് നമ്മുടെ D block elements വരുന്നത്. Group 3, Group 4, Group 5, Group 6 up to Group 12. 3 to 12. There are total 10 groups here. Then comes our എന്താണ് P block. P blockൽ എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. P blockൽ 6 ഉണ്ടാവും, S blockൽ 2 ഉണ്ടാവും, D blockൽ 10 ഉണ്ടാവും. കാരണം ഓരോ ലെറ്ററും കൂടെ അനുസരിച്ചാണ് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത്, നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ P ബ്ലോക്കിൽപ്പെട്ട എത്ര 12 കഴിഞ്ഞിട്ട് 13, 14, 15, 16, 17, 18. ഗ്രൂപ്പ് 30 ടു ഗ്രൂപ്പ് 80. ഗ്രൂപ്പ് 80 നമുക്കറിയാം നോബിൾ ഗ്യാസസ് ആണ്. ഗ്രൂപ്പ് 30 എന്താണ്? ഇസ് ദ ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 13 ഇസ് ദ ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 14 ഇസ് ദ കാർബൺ ഫാമിലി. ഗ്രൂപ്പ് 15 ഇസ് ദ നൈട്രജൻ ഫാമിലി. Group 16 is the oxygen family. Group 17 is the halogens and group 18 is the inert gases. 1, 2, 3, 4, 5, 6 ഗ്രൂപ്പുകൾ. ബോറോൺ ഫാമിലി, ബോറോൺ കാർബൺ, ബോറോൺ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ആൻഡ് ഹീലിയല്ല നിയോൺ. 10ാമത്തെ നിയോണാണ്. ഹീലിയൻ്റെ മേലെ വരും. നമുക്കറിയാം ഇവിടെ ഹൈഡ്രജൻ വരുന്നുണ്ട്, ഇവിടെ ഹീലിയം വരുന്നുണ്ട്. അല്ലേ? നമ്മുടെ പീരിയോഡ് ടേബിളിൻ്റെ ഒരു ഇത് നമുക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണം. മാത്രം എല്ലാവർക്കും അറിയായിരിക്കും. അല്ലെങ്കിലും ഒരു ഏത് കെമിസ്ട്രി ഇനോർഗാനിക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പീരിയോഡ് ടേബിളുകൾ അതൊന്ന് മനസ്സിൽ പതിപ്പിച്ച് നോക്കുക. ഓരോ എലമെന്റിന്റെ സാധനം തന്നെ മൊത്തം സ്ട്രക്ചർ. S ബ്ലോക്ക്, D ബ്ലോക്ക്, P ബ്ലോക്ക്. പിന്നെ ഇതൊക്കെ പുറമെ താഴെ 2 അറിയാം നമുക്ക്. എന്താണ്? F ബ്ലോക്ക് ഉണ്ട്. 14 എലമെന്റ്സ് വരുന്നത് അല്ലേ? ലാന്തനൈഡ്സ് ആൻഡ് ദി ആക്ടിനൈഡ്സ്. ഇത്രയൊക്കെ കൂടി ഉൾക്കൊണ്ടതാണ് 100ൽ കൂടുതൽ 100-110ഓളം എലമെന്റ്സ് വരുന്ന ഒരു സംവിധാനമാണ്. നമ്മളിൽ ഓരോ എലമെന്റിനെ പറ്റി ഓരോന്നിന്റെ സ്ഥാനമൊക്കെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആൽക്കലി മെറ്റൽസ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ആൽക്കലി മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇങ്ങനെ ഓരോന്ന് ബോറോൺ ഫാമിലി. ബോറോൺ, അലുമിനിയം, ഇന്ത്യം, ഗാലിയം എന്നൊക്കെ പറഞ്ഞിട്ട് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലും എലമെന്റ്സ് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ താനേ വന്നോളും. അപ്പോൾ എക്കാട്ട് പഠിക്കാനോ അങ്ങനെ ചൊല്ലിക്കുട്ടി പഠിക്കാനോ ഒന്നും
ശ്രമിക്കേണ്ട ആവശ്യമില്ല. ശ്രമിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? ഒരു ഗ്രൂപ്പ് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി താൻ നമ്മളെ മനസ്സിലേക്ക് വന്നോളൂ. ഇതാണ് പീരിയോഡിക് ടേബിളിലെ ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ മുതൽ അവസാനത്തെ 100, 110 അവസാനമുള്ളതൊക്കെ വളരെ ട്രാൻസിയന്റ് ആയിട്ടുള്ള ഒക്കറൻസ് ഉള്ള വളരെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ചില എലമെന്റ്സ് ഒക്കെയാണ്. ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് ആറ്റങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കിയ ഒരു അതിനൊരു അക്കാഡമിക് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് മറ്റു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരുപാട് പുതിയ പുതിയ എലമെന്റ്സ് ഉണ്ട്, നമുക്കറിയാം അല്ലേ? അതിനെപ്പറ്റി നമ്മൾ അധികം കൂടുതൽ ചിന്തിക്കുന്നില്ല. നമ്മൾ ആദ്യം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റായ ഹൈഡ്രജൻ. ഫസ്റ്റ് പോയിന്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജന്റെ സ്ഥാനത്തെ പറ്റി നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. ഹൈഡ്രജൻ പീരിയോഡിക് ടേബിൾ കാണുന്ന മറ്റെല്ലാ എലമെന്റ്സിൽ നിന്നും ഒരുപാട് വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു എലമെന്റ് ആണ്. അതിന്റെ സ്ഥാനം പീരിയോഡിക് ടേബിളിലെ ഒരു ആംബിഗ്വിറ്റി, ഒരു കോൺട്രവേഴ്സിയാണ്. ശരിക്കും അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെയുള്ള കാര്യം. കാരണം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സിമ്പിൾ ആയ എലമെന്റ് ആണ്. സ്മോളസ്റ്റ് ആൻഡ് ദ സിംപ്ലസ്റ്റ് ആറ്റം അല്ലേ? ഹൈഡ്രജൻ ആറ്റമാണ് ഏറ്റവും സിമ്പിൾ ആയ ആറ്റം. And it has only one proton in the nucleus and a single alone electron. ഒരു പ്രോട്ടോണും അതിന് ചുറ്റുമുള്ള ഒരു ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ ഹൈഡ്രജന്റെ സ്ഥിതി. നമുക്കറിയാം ഹൈഡ്രജൻ is placed now. നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ ഹൈഡ്രജൻ സാരിയാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും മുകളിലാണ് നമ്മുടെ ഹൈഡ്രജൻ അല്ലേ? അതായത് നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ ഗ്രൂപ്പിലാണ് വിളിച്ചിരിക്കുന്നത്. അതിന് തെറ്റാണ് അല്ലേ? ശരിയല്ലേ? ആൽക്കലി മെറ്റൽസ്, ലിത്യം, സോഡിയം, പൊട്ടാസ്യം, മീഡിയം, സീഷ്യം എല്ലാം മെറ്റൽസ് ആണ്. അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ നോക്കുന്നത്. ഹൈഡ്രജൻ പ്രോപ്പർട്ടിയുടെ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണ്ടേ എന്നുള്ളതുകൊണ്ട് ഹൈഡ്രജൻ സ്ഥാനം. അപ്പൊ എന്താ ഹൈഡ്രജൻ ഒറ്റ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. വേണമെങ്കിൽ ആ ഇലക്ട്രോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ വളരെ സ്റ്റേബിൾ, സിസ്റ്റം വളരെ സ്റ്റേബിൾ ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് വളരെ സ്റ്റേബിൾ ആണ് അല്ലേ? പിന്നെ കുറച്ച് സ്റ്റെബിലിറ്റി ഉള്ള ഹാഫ് ഫിൽഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ ഉള്ളത് പോയി കഴിഞ്ഞാൽ എന്തായി മാറുന്നത്? അത് H+ ആയി മാറും. ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി സ്റ്റേബിൾ. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതേ സമയത്ത് നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൂടിയാൽ എന്തായി? 2 ഇലക്ട്രോൺ ആയി. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ വളരെ സ്റ്റേബിൾ ആണ്. നമുക്കറിയാം ഹാലജൻസ് ഒക്കെ ഓരോ ഇലക്ട്രോൺ കൂടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് തൊട്ടടുത്ത ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ, ഇനർട്ട് ഗ്യാസായി മാറിയാൽ ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആയി മാറിയാൽ ദാറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. സോ ക്ലോറിൻ ബിക്കംസ് ക്ലോറൈഡ്, ക്ലോറിൻ ബിക്കംസ് ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്യാൻ gain one more electron and get converted into hydride, just like fluorine or chlorine. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഹൈഡ്രജൻ ഇലക്ട്രോൺ ലൂസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. ലൂസ് ചെയ്യുമ്പോൾ അത് ഏകദേശം ആർക്കൽ ബിഹേവ് ചെയ്യും? ആൽക്കലി മെറ്റൽസിനെ പോലെ ബിഹേവ് ചെയ്യും. ഗെയിൻ ചെയ്യുമ്പോൾ ആർക്കൽ ബിഹേവ് ചെയ്യും? ദാറ്റ് ബിഹേവ്സ് ലൈക്ക് ഹാലജൻസ്. അപ്പോൾ എന്താ പ്രശ്നം? ചില പ്രോപ്പർട്ടികളിൽ കൂടുതൽ നമുക്ക് കാണാം ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസിനോടും ചില പ്രോപ്പർട്ടികളിൽ ഹൈഡ്രജൻ ഹാലജൻസിനോടും സിമിലാരിറ്റി കാണിക്കുന്നു. അപ്പോൾ ഹൈഡ്രജന്റെ സ്ഥാനേടിയ ആൽക്കലി മെറ്റൽസിനെ വേറെ നോക്കണോ? അതല്ല പഴയ പീരിയോഡിക് ടേബിളൊക്കെ ചിലപ്പോൾ ഹാലജൻ നമ്മൾ 2 സ്ഥലത്തും കാണിക്കും. ഓൾഡ് ഫോം പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ സ്ഥാനം അവിടെയും ഇവിടെയും കാണിക്കും. മനസ്സിലായില്ലേ? അതാണ് ഹൈഡ്രജന്റെ പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷനിലുള്ള ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെ പോസിബിലിറ്റി, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഹൈഡ്രജൻ, ഫസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് പഠിക്കാറുള്ളത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഹൈഡ്രജൻ ആരുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത്? ആൽക്കലി മെറ്റൽസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത്. ലിത്യം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ പോലെയുള്ള എലമെന്റ്സ് ലിത്യം, ബെറിലിയം, ലിത്യം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന കുറേ പോയിന്റ്സുകളുണ്ട്. സിമിലാരിറ്റി ബിറ്റ്വീൻ hydrogen and alkali metals. And you have to see some difference. Then you have to look into the similarity between hydrogen and the halogens. And also there are some differences. One point. You know, alkali metals, starting from lithium, sodium, potassium, etc., have a great tendency to lose that electron. That electron or the electron, you know, alkali metals have an electronic configuration which is an inert gas configuration plus one electron. നമുക്കറിയാം ഇവിടെ ഹീലിയം ആണ്
രണ്ടാമത്തെ എലമെന്റ് ഇനർട്ടിക്. മൂന്നാമത്തെ ആരാണ്? മൂന്നാമത്തെ എലമെന്റ് ഹീലിയം കഴിഞ്ഞുകൊണ്ട് വരുന്നത് ലിത്തിയാണ് മൂന്നാമത്തെ എലമെന്റ്. ഇവിടെ ലാസ്റ്റ് ഈ ഗ്രൂപ്പ് എലമെന്റ് അവസാനം നിയോണിലെത്തും. അടുത്ത് വരുന്ന ആരാണ്? സോഡിയമാണ് അടുത്ത ഗ്രൂപ്പിൽ വരുന്നത്. മനസ്സിലായില്ലേ? സോഡിയത്തിൽ കൂടി ഇങ്ങനെ ഈ ഗ്രൂപ്പ് പീരീഡ് പോയി അവസാനം എത്തും ആർഗണിലെത്തും. ആർഗൺ കഴിഞ്ഞ പാട് വരുന്ന എന്താണ്? പൊട്ടാസ്യമാണ്. പറയുന്നത് മനസ്സിലുണ്ട്. പീരിയഡ് ടേബിൾ ഇങ്ങനെ ഇവിടെ പോയി തിരിച്ച് അടുത്ത താഴത്തെ പീരീഡിലേക്ക് താഴുമ്പോൾ ഹീലിയത്തിൽ നിന്ന് പോകുന്ന സോഡിയത്തിലേക്കാണ്, ഹീലിയത്തിൽ നിന്ന് ലിഥിയത്തിലേക്കാണ്. നിയോണിൽ നിന്ന് പോകുന്നത് എന്താ? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ഇത് 3, ഇത് 10, ഇത് 11, ഇത് 18. എന്ത്? ഇത് 10 അറ്റോമിക് നമ്പറാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ 18 19 വന്നു. അപ്പൊ ഇതിലൊക്കെ ഈ 11 നിന്ന് 1 കുറഞ്ഞാൽ അത് 10 ആവും, ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആവും. ഈ 3 നിന്ന് 1 കുറഞ്ഞാൽ അത് 2 ആവും, ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആവും. ഈ പൊട്ടാസ്യം ഒരു ഇലക്ട്രോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 18 ഇലക്ട്രോൺ ആവും, ആർഗണിന്റെ കോൺഫിഗറേഷൻ ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ആൽക്കലി മെറ്റൽസ് വി കൻ സി ഈസ് an inert gas configuration plus അത് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യുള്ളൂ? അപ്പോൾ സാധാരണ നിങ്ങൾ കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ടാവും. ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഹീലിയം കോൺഫിഗറേഷൻ then 2s1. സോഡിയത്തിൽ എങ്ങനെ എഴുതോ? നിയോൺ കോൺഫിഗറേഷൻ 3s1. പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ആർഗൺ കോൺഫിഗറേഷൻ. കാരണം ഇതൊരു ഫുള്ളി ഫിൽഡ് ഓർ കോൺഫിഗറേഷൻ ആണ്. പ്ലസ് 4s1. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്. ആരുടെ? ആൽക്കലി മെറ്റൽസിന്. And we can see that all the alkali metals have an inert gas configuration plus 1 electron. And if this 1 electron is somehow removed, lost, പോരായിരിക്കും കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? That becomes an inert gas configuration, becomes very stable. That is why we can say that the alkali metals are strongly electropositive. They have a strong tendency to lose the electron. The electron lose the outermost single electron. By losing that electron, it can gain an inert gas configuration which is very stable, so that all the alkali metals have a strong tendency to lose that electron, and we say they are electropositive, highly electropositive. Most electropositive elements നമുക്കറിയാം ആരാണ്? ആൽക്കലി മെറ്റൽസ് ആണ്. കാരണം അതിലെ മാത്രമേ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ. അടുത്ത് വരുന്ന ഇതെന്താ? ലിഥിയം കഴിഞ്ഞിട്ട് വരുന്ന ബെറിലിയം, അതിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ 2 ലൂസ് ചെയ്തല്ലാവാ. സോഡിയം കഴിഞ്ഞ് വരുന്നത് മെഗ്നീഷ്യം, അതിൽ എത്ര ഉണ്ടാവും? He അല്ലെങ്കിൽ Ne3s2 എന്നായിരിക്കും. മറ്റേത് അല്ലേ? കാൽഷ്യം വരുന്നത് പൊട്ടാസ്യം കഴിഞ്ഞ് അടുത്ത് വരുന്ന കാൽഷ്യമാണ്. 4s2. 2 ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ മാത്രമേ പറയുന്നത് മനസ്സിലാണെങ്കിൽ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ മാത്രമേ അതിനെന്താവൂ? അതിന് ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. മറ്റേ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ പറയാം Mg2+, Ca2+, Mg2+, Ba2+, എല്ലാം ബെറിലിയം 2 എല്ലാം 2+ ആയി മാറുകയാണ് ചെയ്യുന്നത്. എന്താണ്? By losing those 2 electrons, those എന്ന് പറഞ്ഞാൽ again that is those 2 electrons which are present in the outermost shell, by losing which the atom can gain ion becomes an inert gas configuration that is very stable. So alkaline earth metals are also highly electropositive, but they are not as electropositive as alkali metals. Because alkali metals electron lose ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ടെൻഡൻസി ഉണ്ട് അതിന് ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാൻ. മനസ്സിലായില്ലേ? അപ്പോഴേ അതേപോലെ we can see that hydrogen is also electropositive. It has a tendency to lose proton and get converted into H+. Just like say Na lose proton to get converted to Na+, or say Li lose that electron to form Li+, H also, hydrogen atom also has a tendency to lose the electron, and it is behaving as electropositive. Okay. For electron കൊടുക്കാൻ ടെൻഡൻസി ഇത് ഉള്ളതുകൊണ്ട് ഒരു സിമിലാരിറ്റി ആയിട്ട് പറയും. ഹൈഡ്രജൻ just like the alkali metals are electropositive, and it gets converted just as Na gets converted to Na+, we can see that hydrogen gets H ആണ്. H atom, hydrogen നമ്മൾ ആറ്റത്തെ പറ്റി പറയുന്നത് മോളിക്യൂൾ അല്ല, ശ്രദ്ധിക്കുക. hydrogen atom has a tendency to lose that electron and get converted into H+ ion. Just like Na becomes Na+, H can become H+. Okay, അതൊരു സിമിലാരിറ്റി ആണ്. ഓക്കെ, പിന്നെ സിമിലാരിറ്റി can see that see this ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യാൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ that can act as a reducing agent. നമുക്കറിയാം
റെഡ്യൂസിങ് ഏജൻസ് ആർ ഇലക്ട്രോൺ ഡോണേഴ്സ് അല്ലേ, ശരിയല്ലേ? ഇലക്ട്രോൺ കൊടുക്കുക, വേറെ എന്തെങ്കിലും മോളിക്യൂളിനോ ആറ്റത്തിനോ അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുക. അപ്പോൾ എന്താവും? ദിസ് ബിക്കംസ് ഓക്സിഡൈസ്ഡ്, അതർ സ്പീഷീസ് ബിക്കംസ് റെഡ്യൂസ്ഡ്. ഈ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന ടെൻഡൻസി വളരെ കൂടുതലെന്ന് പറഞ്ഞാൽ മറ്റേതെന്താണുള്ളത്? റെഡ്യൂസ് വെറുതെ മനസ്സിലുണ്ടാവും, റെഡ്യൂസ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്, വി can reduce the other thing. നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുക, ഇലക്ട്രോൺ വെറുതെ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഇലക്ട്രോൺ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അതാരാണ്? അത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ can get reduced. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസിലൊക്കെ എന്തിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. They are strong reducing agents because they can easily give electrons. Those species which can give electrons are reducing agents, and we can see that alkali metals are strong reducing agents. Okay, alkali metals are strong reducing agents. You can see hydrogen also is a reducing agent. Hydrogen can act as a very similarity. Just like alkali metals, hydrogen also can act as a reducing agent. നമുക്ക് ഒരുപാട് സിമിലാരിറ്റി കാണാം. അത് രണ്ടാമത്. ഇനി മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ നമുക്ക് വേറൊരു സിമിലാരിറ്റി പറയാവുന്നത് ഹൈഡ്രജന്റെ ഓക്സൈഡിന്റെ ഫോമിൽ എന്താണ്? ഒന്നുകിൽ H2O അല്ലെങ്കിൽ H2 രണ്ട് ഓക്സിജൻ ഫോം ചെയ്യും ഹൈഡ്രജൻ. H2O, H2O വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡ്. And if you look into say sodium, you can see sodium forms Na2O and Na2O2. Sodium oxide and sodium peroxide. See formula ശ്രദ്ധിച്ചേ, ഒരേപോലെയാണ്. Potassium forms K2O and K2O2. Potassium oxide and potassium peroxide. And the higher sodium rubidium forms rubidium oxide 2O. പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും എല്ലാവരും ഫോം ചെയ്യില്ലെങ്കിലും H2O2 പോലെയുള്ള ഓക്സൈഡ് ഫോം ചെയ്യുവാൻ സോഡിയം പൊട്ടാസ്യം ആൽക്കലി മെറ്റൽസ് ഫോം പെറോക്സൈഡ്സ് ആൻഡ് മോണോക്സൈഡ്സ് ജസ്റ്റ് ലൈക്ക് ഹൈഡ്രജൻ. ഹൈഡ്രജനെ പോലെ തന്നെ ആൽക്കലി മെറ്റൽസും ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ തിരിച്ചും പറയാം ഹൈഡ്രജനും ഫോം ചെയ്യുന്നത് എന്താണ്? മോണോക്സൈഡും പെറോക്സൈഡുമാണ്. ക്ലിയർ? ഹൈഡ്രജൻ മോണോക്സൈഡ് is water, sodium peroxide, potassium peroxide, etc. Hydrogen monoxide, sodium monoxide, potassium. Hydrogen monoxide water ആണ്. Sodium monoxide, potassium monoxide, rubidium monoxide ഒക്കെ ഫോം ചെയ്യും. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ സോഡിയം പൊട്ടാസ്യം ഒക്കെ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്സൈഡിന്റെ ഫോർമേഷനിലും they are similar. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ 2, 3 മനസ്സിലായില്ലേ? ഇതിലൊക്കെ റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ? പിന്നെന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ്, മോണോവാലന്റ് ആണ്, എല്ലാം മോണോവാലന്റ് ആണ്. സോഡിയം ആൽക്കലി മെറ്റൽസ് ആർ ജനറലി വാലൻസി ഈസ് 1 and you can see hydrogen also is monovalent. വാലൻസിയിലും സിമിലാരിറ്റി ഉണ്ട്. വേറെ പോയിന്റ് ആയിട്ട് പറയാം. അപ്പൊ അതേ സമയത്ത് നമ്മുടെ മനസ്സിലാലോചിച്ചാൽ ഡിഫറൻസ് നമുക്ക് മനസ്സിൽ വരുന്നുണ്ടോ? ഇതൊക്കെ മെറ്റൽസ് ആണ്, അത് കുഴപ്പമില്ല. ഇതൊക്കെ സോളിഡ്സ് ആണ് അല്ലേ? സോഡിയം പൊട്ടാസ്യം ലിഥിയം സോളിഡ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇതൊക്കെ മോണോ ആറ്റോമിക് ആണ്. ഇത് വ്യത്യാസമാണ്, മോണോ ആറ്റോമിക് ആണ്. ഇതോ ഹൈഡ്രജൻ H2 ആണ്. നമുക്ക് വ്യത്യാസങ്ങളില്ലെന്നല്ല. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു വ്യത്യാസമുള്ളത് വി ക്യാൻ സീ ദാറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദീസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഇപ്പോൾ ഇലക്ട്രോൺ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയണൈസേഷൻ എനർജി വേണം അല്ലേ? അയണൈസേഷൻ എനർജി ഓർ എൻതാൽപ്പി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. വാട്ട് യു മീൻ ബൈ അയണൈസേഷൻ എൻതാൽപ്പി? യു റിമെമ്പർ? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു എന്താണ്? remove the most loosely bound electron from the gaseous neutral atom. അതിനാണ് അതിന്റെ അയോണൈസേഷൻ എനർജിയിലാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓർ സിംപ്ലി നമുക്ക് വേറെ പുറത്തൊരു ശാസ്ത്രീയ പറഞ്ഞാല് the enthalpy involved in the conversion of the atom into this unipositive ion A+. ഒരു ആറ്റത്തെ A+ ആക്കാൻ വേണ്ട ആ ചേഞ്ചിന് മനസ്സിലായില്ലേ? പെർ മോൾ ആക്കാറുണ്ട്. ഒരു ആറ്റം പറയാം പെർ മോൾ. How much kilocalories per mole എന്നാണ് പറയുന്നത്. It is the energy absorbed when A is converted into A+, 1 mole. That is called ionization enthalpy. Is the enthalpy change accompanying the conversion of 1 mole of the gaseous neutral atom into the corresponding unipositive ion A+. 2+ ആവാൻ പാടില്ല. അപ്പം സെക്കൻഡ് ആകുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടൈപ്പ് സെക്കൻഡ് ടൈപ്പ് എന്നിട്ട് പിന്നെ തരത്തിലുണ്ട് അല്ലേ?
ഇത് ഫസ്റ്റിനെ പറ്റി പറയുന്നത്. ഒരു ആറ്റത്തിൽ നിന്ന് അതിൽ ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഏതാറ്റാണ്? ആറ്റം ഒരു മെറ്റലിന്റെ മോളോ അതിന്റെ മോളോ ഒരു ഗേഷ്യസ് ന്യൂട്രൽ ആറ്റാണ്. ഗേഷ്യസ് ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. ആ ആറ്റത്തിൽ നിന്ന് മനസ്സിലായില്ലേ, ഒരു ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് പറയുന്നത് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾസ് പെർ കിലോ കലോറീസ് പെർ മോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ എനർജി related to the conversion of a 1 mole of gaseous neutral atom into corresponding gaseous neutral gaseous cations ions ആയി മാറും. അതേപോലെ A+ ആയി മാറും. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ അയണൈസേഷൻ എനർജി എന്താണ്? ഇല്ല, പഠിച്ചില്ലേ? +2 പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ലേ? അത് നേരെ തിരിച്ചാണ്. ADM റിലീസ് ചെയ്യുന്ന എനർജിയാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ അഫിനിറ്റി പേരൊക്കെ കേട്ട മറന്നായോ? എത്രയും ionization energy and electron affinity. Ionization energy is the energy required to, അപ്പോൾ എനർജി ഇലക്ട്രോണെ പുറന്തള്ളണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. And the other one is the energy released when an atom is converted into A-. അങ്ങനെ ഗേഷ്യസ് ന്യൂട്രൽ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ കൂടി കൊടുത്തു. ഇവിടെ എന്താണ്? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കുന്നു. A+, A-. A എന്നുള്ളത് A- ആവാൻ ഒരു ഇലക്ട്രോൺ കൂടി ചേർക്കണം അല്ലേ? ആ ചേഞ്ചിന് again 1 mole of gaseous neutral A atoms is converted into 1 mole of a gaseous uninegative anions, and the enthalpy change occurring per mole is called the എന്താണ്? electron affinity. The ionization enthalpy that is energy absorbed actually. മറ്റേത് electron affinity is the energy released. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് മറ്റേ പോസിറ്റീവ് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രശ്നമല്ല. You can see that there is a difference. The ionization enthalpy of these alkali metals are comparatively very low. കാരണം എന്താണ്? കമ്പാരിറ്റീവ്ലി നമുക്കറിയാം ഈ ഗ്രൂപ്പിൽ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ആർക്കായിരിക്കും? ഇവർക്കായിരിക്കും. കാരണം എന്താണ്? They have great tendency to lose that. നമ്മൾ നേരത്തെ പറഞ്ഞ that electron, ആ ഇലക്ട്രോണെ പുറന്തള്ളിയാൽ വളരെ സേഫ് ആകുന്നുണ്ട് തന്നെ. എന്തെങ്കിലും ചെറിയൊരു എനർജി കിട്ടിയാൽ തന്നെ ആ ഇലക്ട്രോണെ റിലീസ് ചെയ്യും. But in the case of hydrogen, we can say it is not so easy. The ionization enthalpy and energy of hydrogen is much higher than those of the alkali metals. വേറൊരു വ്യത്യാസമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ കാരണം മനസ്സിലോർത്ത് വെക്കുക. എന്തുകൊണ്ടായിരിക്കും? വളരെ ക്ലിയർ ആണ്. ആൽക്കലി മെറ്റൽസിന് എന്തിന്റെ വെരി ഹൈ ടെൻഡൻസി ടു ലൂസ് ദാറ്റ് ഇലക്ട്രോൺ ബിക്കോസ് ഓഫ് the fact that by losing that electron its configuration changes to an inert gas configuration. ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലൊക്കെ വന്നു ആകെ ഒരു പ്രോട്ടോൺ മാത്രമായി മാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കൂടുതൽ എനർജി. അവിടെ മാത്രമല്ല, അവിടെ വളരെ ചെറിയൊരു ആറ്റാണ്. ഇതിനപേക്ഷിച്ച് ഹൈഡ്രജന് വളരെ സ്മോൾ ആറ്റമാണ്. അതുകൊണ്ട് തന്നെ there will be great attraction between the proton and the electron. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതൽ ഹൈഡ്രജനിൽ. എത്രത്തോളം കൂടുതലാണ് അതിനനുസരിച്ച് ആ ഇലക്ട്രോൺ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഈ പോസിറ്റീവായ ന്യൂക്ലിയസ് ഇലക്ട്രോൺ ഇങ്ങനെ പിടിച്ച് വലിച്ച് നിർത്തുകയാണ്. അതിനെ റിമൂവ് ചെയ്യണം കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ionization enthalpy of hydrogen is much greater than those of the alkali metals. That's the main difference. Okay, പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ഒക്കെ മെറ്റൽസ് ആണ്. ഇത് മാത്രം ഇടണം. പക്ഷെ അത് ഗ്രൂപ്പിൽ വ്യത്യാസം വരാം. കാരണം എല്ലാ ഗ്രൂപ്പിലും പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഏറ്റവും ആദ്യമൊക്കെ നോൺ മെറ്റൽസ് ആയിരിക്കും. പതുക്കെ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. ആൽക്കലി മെറ്റൽസ് ആർ വെരി സ്മോൾ ഐറ്റംസ്. ദ സൈസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. അതൊരു വ്യത്യാസമാണ് കമ്പയർഡ് ടു ദി ഹൈഡ്രജന്റെ കേസിൽ ആ സൈസ് വളരെ സ്മോൾ ആണ്. ഇതൊക്കെ വളരെ വലുതാണ്. നമുക്കറിയാം ഈ ഗ്രൂപ്പിൽ പീരിയഡിൽ നമ്മൾ when we go from left to right in a period we can see largest element is here and it becomes smaller and smaller. അങ്ങോട്ടും സൈസ് കുറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ തന്നെ അത് വളരെ സ്മോൾ ആണ്, എക്സ്ട്രീംലി സ്മോൾ ആണ് കമ്പയർഡ് ടു ആൽക്കലി മെറ്റൽസ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആൽക്കലി മെറ്റൽസും ഹൈഡ്രജനും നോക്കിക്കഴിഞ്ഞാല് ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒരേപോലെയല്ല. ഒരേപോലെയാണോ? കുറെ കാര്യങ്ങളൊരു സിമിലാരിറ്റി ഉണ്ട്, കുറെ കാര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. ക്ലിയർ? ഇനി നമ്മൾ നേരെ ഇവിടെ പോയാലോ? സെവൻറ്റീൻത്ത് ഗ്രൂപ്പായ ഹൈഡ്രജൻസ് ആണ് കൊടുത്താലോ? അപ്പോൾ നമുക്ക് കാണാം ഹൈഡ്രജന് കുറെ സിമിലാരിറ്റി ആരുമായിട്ടുണ്ട്, ഹാലജൻസുമായിട്ടുണ്ട്. അതേപോലെ എന്തുണ്ടാവും? കുറെ ഡിഫറൻസസ് ഉണ്ടാവും. എന്ത് സിമിലാരിറ്റിയാണ് ഹാലജൻസിനുള്ളത് ഹൈഡ്രജനുമായിട്ട്? അല്ല, എന്ത് സിമിലാരിറ്റിയാണ് ഹൈഡ്രജനുള്ളത് ഹാലജൻസുമായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഹാലജൻസ്
have a great tendency, ഇവിടെ alkyl molecules have a great tendency to lose that electron. ഇവിടെ എന്താണ് a great tendency to gain an electron to get converted into X minus. They are highly electronegative actually. ഒരു electronegative അല്ലെങ്കിൽ electron affinity കൂടുതലാണ്. You see that the halogen has a tendency to get converted to halide ion by accepting an electron. Isn't it? Hydrogen പറ്റും. Hydrogen can get converted into yes, just like chlorine is converted to chloride, fluorine into fluoride, you can see hydrogen is converted into hydride. Very similarity ആണ് ഹാലജൻസിന് ഹൈഡ്രജനും ഹാലജനും തമ്മിലുള്ള സിമിലർ ആയിട്ട് നമുക്ക് പറയാം. എന്ത് just like a alkali metals, halogens receive an electron to form the halide ion, tendency hydrogen also can be converted into hydride ion. Very similarity നമുക്ക് hydrogen forms diatomic molecules. Halogens of F2, Cl2, Br2, I2 അല്ലേ എല്ലാം ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ഹൈഡ്രജനും ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. വേറെ സിമിലാരിറ്റി ആണ്. ക്ലിയർ? പിന്നെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സിമിലാരിറ്റി എവിടെയും കാണാം. CH4 ഇതാണ് മീഥെയ്ൻ, CCl4O, CF4O എന്താണ് കാർബൺ ടെട്രാഫ്ലോറൈഡ്, കാർബൺ ടെട്രാഫ്ലോറൈഡ്. You can see that very similar compounds are formed by halogens and hydrogen, especially in the case of organic compound CH4 and CCl4, CF4. And we can see that a hydrogen in an organic compound can be replaced with say halogen. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇപ്പോൾ മീഥെയ്ൻ നമുക്ക് എന്താക്കാം CH3 ആക്കാം അല്ലേ, അല്ലെങ്കിൽ CH3F ആക്കാം. എന്താണ് കാണുന്നത്? ഹൈഡ്രജൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. രണ്ട് തമ്മിൽ സിമിലാരിറ്റി ആണ്. മനസ്സിലായില്ലേ? ഫ്ലോറിൻ ഹൈഡ്രജൻ. ഇവിടെ എന്താണ് ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ. ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്, അലിഫാറ്റിക് കോമ്പൗണ്ടിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ നമുക്ക് എളുപ്പത്തിൽ ഹാലജൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാലജന് സിമിലാരിറ്റിയാണ്. മാത്രമല്ല ഉണ്ടാകുന്ന കോമ്പൗണ്ട് പലപ്പോഴും നമുക്കറിയാം ഇതുപോലെ പറഞ്ഞാൽ ഒരേപോലെയാണ്. CH4, CCl4 മോണോവാലൻ്റാണ്, വാലൻസി ഒന്നാണ്. അപ്പോൾ അതും ഒരു സിമിലാരിറ്റിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്.